ആ ലോട്ടറിക്കാരനില്ലേ, അയാളെ ഞാൻ എവിടെ കണ്ടിട്ടുണ്ട്. അയാൾക്ക് ജലദോഷം മറ്റോ വന്നിട്ട് മുണ്ടുകൊണ്ട് മുഖം മറച്ചു വെച്ചിരിക്കുക. അതൊന്ന് എടുക്കാൻ പറഞ്ഞിട്ട് അയാൾ കേട്ടതുമില്ല. നവീൻ ഈ നാട്ടിൽ ഇതിനു മുന്നേ വന്നിട്ടുള്ളതല്ലേ, അപ്പൊ കണ്ടതായിരിക്കും. നവീൻ, എനിക്ക് ശരീരത്തിന് അത്ര നല്ല സുഖം തോന്നുന്നില്ല. നമുക്ക് തിരിച്ചു പോവാം. അത് പറ്റില്ല. സാറിൻ്റെ അടുത്ത് എന്തായാലും പോയേ പറ്റൂ. സുഖമില്ലെങ്കിൽ നമുക്ക് മരുന്ന് വാങ്ങാടോ. ഇതാ അവിടെ തന്നെ ഒരു കടയുണ്ട്, താനോട് ഇരിക്കേ, ഞാൻ പോയി വാങ്ങിട്ട് വരാം. പനിയൊന്നുമില്ല, ബോഡി പെയിനാന്ന് പറഞ്ഞ് വാങ്ങാം, അതാ നല്ലത്. നവീൻ, അതൊന്നും വേണ്ട. ഓക്കെ, എങ്കിൽ പിന്നെ അനിൻസാറിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ എന്തെങ്കിലും നാടൻ പ്രയോഗം ഉണ്ടോ എന്ന് ചോദിക്കാം. അമ്മ എന്താ ഫോൺ എടുക്കാത്ത? ഇവളെന്തിനാ എന്നെ വിളിക്കുന്നേ? ഇവളുടെ കോൾ എടുക്കാനേ എനിക്ക് സൗകര്യമില്ല. ഒരാപത്ത് വരുമ്പോ എല്ലാം കൂടെ ഒരുമിച്ച. അതെ, ഞാൻ അങ്ങോട്ട് വിളിക്കാം കേട്ടോ. ഇതാണ് അനിൽ സാറിന്റെ വീട്. ഇറങ്ങി വാ. എന്തു പറ്റി? അയ്യോ, എൻ്റെ ഒരു സാധനം നോക്കിയിട്ട് കാണുന്നില്ല. നവീൻ നടന്നോ, ഞാനിപ്പോ വരാട്ടോ. ഹലോ നവീൻ. ഹലോ സാർ. ഹായ് സാർ. അല്ല, വൈഫും കൂടെ ഉണ്ടാവുന്നു പറഞ്ഞിട്ട് അല്ല ആളെ കണ്ടില്ല? കാറിലുണ്ട് സാർ, ഇപ്പൊ വരും. അല്ല, ഞാൻ മോളോട് പറഞ്ഞപ്പോഴേ അവള് നല്ല ത്രില്ലിരിക്കുക. ആഹാ, ഞാനൊരു സസ്പെൻസിലാ വൈഫിനെ കൂട്ടിക്കൊണ്ട് വന്നിരിക്കുന്നത്. ഒരേ കാര്യത്തിന് കാര്യമായ അറിവുള്ളവരല്ലേ രണ്ടുപേരും. രണ്ടുപേരും തമ്മിലൊരു ഈഗോ പാടില്ലല്ലോ, ശ്രദ്ധിക്കണ്ടേ സാർ? പിന്നെ വേണം. ഈ ഭാര്യ ഭർത്തൃ ബന്ധത്തിലെ ഈഗോ ഒക്കെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാ അല്ലേ? അനുഭവസ്ഥനാണേ. ബാബാ.